Dear students, welcome back to Sapphire Future Academy Board Booster Series. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചു വെച്ചിരുന്ന ട്രാൻസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. നമുക്ക് DNA mRNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ് അതിന്റെ സ്റ്റെപ്സ് ഒക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് സെൻട്രൽ ഡോഗ്മ പറയുമ്പോൾ DNA എന്ത് ചെയ്യണം, DNA മെയിൻ ആയിട്ട് mRNA പ്രൊഡ്യൂസ് ചെയ്യണം. mRNA നെക്സ്റ്റ് എന്ത് ചെയ്യണം, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ DNA mRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോസസ് എന്താണ്, mRNA പ്രോട്ടീന്റെ സിന്തസിസ് ആണ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പൊ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ചെറിയ ടേംസുകളൊക്കെ പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയും. അപ്പൊ എന്താണ് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി mRNA സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ mRNA എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ. ഇപ്പൊ mRNA എന്താ ഉള്ളത്, നൈട്രജൻ ബേസുകൾ ഉണ്ട്. ഇപ്പൊ mRNA 5 പ്രൈം എൻഡ് 3 പ്രൈം എൻഡ് അല്ലെ. ഇവിടെ നോക്കിക്കേ, നൈട്രജൻ ബേസ് നമുക്കിതാണ് നമ്മുടെ നൈട്രജൻ ബേസുകൾ എന്നുണ്ടെങ്കിൽ ഈ നൈട്രജൻ ബേസുകൾ എന്ത് ചെയ്യുവാണ്, 3 നൈട്രജൻ ബേസുകൾ ഓരോ കോഡോൺസ് ആയിട്ട് മാറും. എന്താ കോഡോൺസ് എന്ന് പറഞ്ഞാല് 3 നൈട്രജൻ ബേസിന്റെ ഓരോ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്, കോഡോൺസ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു 1 2 3 4 അങ്ങനെ 4 കോഡോൺസ് നമുക്ക് ഈ mRNA ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ mRNA നൈട്രജൻ ബേസ് എന്താ ചെയ്യണത്, 3 നൈട്രജൻ ബേസ് വെച്ചിട്ട് ഓരോ കോഡോൺസ് ആയിട്ട് മാറും. ഈ ഓരോ കോഡോൺസും എന്ത് ചെയ്യും, അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. അപ്പൊ എന്താ, ഈ അമിനോ ആസിഡ്സും ഈ പ്രോട്ടീൻസും തമ്മിൽ എന്താ റിലേഷൻ, നിങ്ങൾ ഓൾറെഡി +1 പഠിച്ചിട്ടുള്ളതാണ്. പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്, എന്തുകൊണ്ടാണ്, അമിനോ ആസിഡ്സ് എന്ന് പറയും. പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് അല്ലെ. പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്, അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഈ ഓരോ കോഡോൺസും എന്ത് ചെയ്യുവാണ്, ഓരോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. ഈ അമിനോ ആസിഡ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും, പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യും. അപ്പൊ അമിനോ ആസിഡ്സിനെ ഏത് ബോണ്ട് വെച്ചിട്ടാണ്, പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടീൻസ് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണം, ഏതൊക്കെ അമിനോ ആസിഡ്സ് വേണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, കോഡോൺ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയുവാണെങ്കിൽ എന്താണ്, ഈ DNA എന്ത് ഫോം ചെയ്യണത്, ഈ mRNA ഫോം ചെയ്തത്. അപ്പോൾ DNA നൈട്രജൻ ബേസിനനുസരിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യണത്, DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ നൈട്രജൻ ബേസ് അനുസരിച്ചിട്ടാണ് ഈ mRNA കോഡോൺ ഫോം ചെയ്യണേ. ഈ mRNA കോഡോൺ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് എല്ലാം ഓരോ അമിനോ ആസിഡ്സ് വരും. ഇപ്പൊ നമ്മളിവിടെ A1 A2 A3 A4 എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ അമിനോ ആസിഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടീൻ എന്ന് പറയും. അപ്പൊ ആക്ച്വലി ആരാണ് തീരുമാനിക്കേണ്ടത്, ഈ DNA ആണ് ഏത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ ആര് തന്നെയാണ്, DNA ആണ്. DNA എന്താ ചെയ്യണത്, ആർക്കും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു കോഡഡ് ലാംഗ്വേജിൽ ആർക്ക് മെസ്സേജ് കൊടുക്കുവാണ്, mRNAക്ക് മെസ്സേജ് കൊടുക്കും. ആ മെസ്സേജ് ക്യാരി ചെയ്യുന്ന RNA പറയുന്ന പേരാണ് മെസ്സഞ്ചർ RNA എന്ന് പറയും. ഈ കോഡഡ് ലാംഗ്വേജ് എന്തിനായിരിക്കും, ഓരോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യായിരിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് മോളിക്യൂൾസ് എന്താണ്, പ്രോട്ടീൻസ് ആണ് അല്ലെ. അതുപോലെ നമ്മുടെ ഇപ്പൊ ഹോർമോൺസ് പ്രോട്ടീൻസ് ആണ്, അതുപോലെ നമ്മുടെ എൻസൈംസ് പ്രോട്ടീൻസ് ആണ്, ആന്റി ബോഡീസ് പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഏത് സമയത്ത് ഏത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം തീരുമാനിക്കുന്നത് ആരാണ്, DNA. അപ്പൊ DNA എന്ത് ചെയ്യും, ആർക്കും മനസ്സിലാവാത്ത പോലെ ഒരു പെർട്ടിക്കുലർ കോഡഡ് ലാംഗ്വേജിൽ എവിടെ സ്റ്റോർ ചെയ്യും, ഇൻഫോർമേഷൻസ് mRNA സ്റ്റോർ ചെയ്യും. എന്നിട്ട് mRNA എന്ത് കൊടുക്കും, ഇന്ന പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള മെസ്സേജ് കൊടുക്കും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസ്ലേഷൻ. അപ്പൊ എന്ത് ചെയ്യണം, ഈ കോഡോൺസ് ആദ്യം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലാണ് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, കോഡോൺസ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ എന്താണ് കോഡോൺസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ mRNA 3 നൈട്രജൻ ബേസിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് എന്ത്, കോഡോൺസ്. അപ്പൊ ഓരോ കോഡോൺസും എന്ത് ചെയ്യും, ഓരോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് കോഡ് എന്ന് പറയും. അപ്പൊ ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇറ്റ് ഈസ് ദി സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, ഇറ്റ് ഈസ് ദി സീക്വൻസ് ഓഫ്, എന്തിന്റെ സീക്വൻസ് ആണ്, നൈട്രജൻ ബേസിന്റെ സീക്വൻസ് ആണ്. എവിടെയാ കാണുന്നത്, ദാറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ
mRNA. അതിൽ എന്തിന്റെ ഇൻഫോർമേഷൻ ആണ്? ഒരു ഹിഡൻ ഇൻഫോർമേഷൻ ആണ്. എന്തിനുള്ളതാണ്? പ്രോട്ടീൻ സിന്തസിസിനുള്ള ഒരു ഹിഡൻ ഇൻഫോർമേഷൻ ആണ് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഈ mRNA സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് കോഡ് എന്ന് പറയും. അപ്പൊ ജനറ്റിക് കോഡിൽ നമ്മൾ എന്താണ്, എത്ര നൈട്രജൻ ബേസ് ഉണ്ടെന്നാ പറഞ്ഞ ഇവിടെ 3 നൈട്രജൻ ബേസിന്റെ ഗ്രൂപ്പാണ് എന്താ നമ്മൾ പറയുന്ന ഒരു കോഡോൺ. അപ്പോൾ ഈ കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി സീക്വൻസ് ഓഫ് 3 നൈട്രജൻ ബേസ്. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ AUG ഒരു കോഡോൺ ആണ്, CC എന്താണ്? നെക്സ്റ്റ് കോഡോൺ ആണ്, ACC എന്താണ്? നെക്സ്റ്റ് കോഡോൺ ആണ്, ദെൻ UA നെക്സ്റ്റ് കോഡോൺ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് കോഡോൺസ് ഉണ്ട്. ഇത് ഈ കോഡോണിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഒന്നുകൂടി ജനറ്റിക് കോഡിന്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ കോഡോൺസ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താണ് ഈ ജനറ്റിക് കോഡാണ്? എന്തിനാ സ്പെസിഫൈ ചെയ്യുന്നതാണത്? നമ്മുടെ പ്രോട്ടീൻ ചെയിൻസിലെ അമിനോ ആസിഡ് സീക്വൻസിനെ സ്പെസിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറ്റിക് കോഡ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഓരോ കോഡോൺസും എന്ത് ചെയ്യും? ഓരോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. ഇതിന് ഒരു ഡിഫറൻസ് ഉണ്ട്, അത് ക്യാരക്ടർ പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കേ, നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ജനറ്റിക് കോഡ് എഴുതണേന്നാണ് നോക്കുന്നത്. എങ്ങനെ എഴുതേണ്ടത്? ജനറ്റിക് കോഡിൽ നമുക്ക് നമ്മൾ RNA-ല് 4 നൈട്രജൻ ബേസുകളാണ് വരുന്നത്. വാട്ട് ആർ ദ 4 നൈട്രജൻ ബേസ്? ദാറ്റ് ഈസ് അഡ്നിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ അല്ലെ. 4 നൈട്രജൻ ബേസുകളാണ് ഇവിടെ വരുന്നത്, RNA-ല് വരുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ കോഡോൺസ് വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡിന്റെ നമ്പർ എത്രയാണ്? 20 അമിനോ ആസിഡ്സ് ആണ് ഓരോ പ്രോട്ടീൻ ചെയിൻ്റെ, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ചെയിൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ ചെയിൻസിന്റെ സിന്തസിസിന് എത്ര അമിനോ ആസിഡ്സ് ഇൻവോൾവ് ചെയ്യുള്ളൂ? ആകെ 20 അമിനോ ആസിഡ്സ് മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ കോഡോൺസ്, അതായത് 3 നൈട്രജൻ ബേസിന്റെ ഓരോ ഗ്രൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം? കോഡോൺസ് നോക്കണം. അപ്പൊ നമുക്ക് എത്ര നൈട്രജൻ ബേസ് ഉണ്ട്? 4 നൈട്രജൻ ബേസ് ഉണ്ട്. അതിന്റെ എന്ത് കോമ്പിനേഷൻ ആണ്? അതില് 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഓരോ കോഡോൺ വരിക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഒരു 4 നൈട്രജൻ ബേസ് വെച്ചിട്ട് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം? 4 × 4 × 4, അതായത് ഏകദേശം എത്രയാണ്? നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ്? 64 കോഡോൺസ് നമുക്ക് 4 നൈട്രജൻ ബേസിന്റെ 4 നൈട്രജൻ ബേസ് ടോട്ടൽ ഉണ്ട്. അതിൽ 3 നൈട്രജൻ ബേസിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 64 കോഡോൺസ് എഴുതാം. ആ 64 കോഡോൺസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 64 കോഡോണിൽ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ 64 കോഡോൺസിന് നമ്മൾ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യും, 61 + 3. അതായത് ഈ 61 കോഡോൺസ് ആണ് എന്ത് ചെയ്യുള്ളൂ? അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. 61 കോഡോൺസ് ആണ് അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. ബാക്കി വരുന്ന ഈ 3 കോഡോൺസ് എന്ത് ചെയ്യാണ്? ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യില്ല. അതിനെ പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് കോഡോൺ എന്നാ പറയാം. അപ്പൊ നമുക്ക് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ എന്ത് പറയാം? നമുക്ക് ടോട്ടലി 4 നൈട്രജൻ ബേസ് വെച്ചിട്ട് എത്ര കോഡോൺസ് വരാം? 64 കോഡോൺസ് വന്നു. അതില് നമുക്ക് എന്താണ്? 61 കോഡോൺസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? 20 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യണം. 61 കോഡോൺസ് വെച്ചിട്ട് 20 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യണം. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇത് റെപ്രസെന്റ് ചെയ്യാനുള്ള, നമ്മൾ കോഡോൺസ് എഴുതാനുള്ള ഒരു എളുപ്പ വഴി നമ്മൾ പ്രിൻസിപ്പിൾസിൽ പഠിക്കുന്ന പോലെ നമ്മൾ എന്താണ്, ഒരു ചെക്കർ ബോർഡ് വരച്ചിട്ട്. അപ്പൊ അതിൽ നോക്കിക്കേ, ഫസ്റ്റ് ലെറ്റർ ആണ്, കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഫസ്റ്റ് ലെറ്റർ, UCAG. ആ ഒരു ഓർഡർ ആണ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നത്. UCAG കണ്ടോ, ഇത് ഫസ്റ്റ് ലെറ്റർ, ഇവിടെ സെക്കൻഡ് ലെറ്റർ, ഇവിടെ തേർഡ് ലെറ്റർ. അപ്പൊ ഓരോന്നിലും എന്താണ്, തേർഡ് ലെറ്റർ വരുമ്പോൾ നമ്മൾ എന്താണ്, ഓരോ കോളത്തിലും നമ്മൾ 4 നൈട്രജൻ ബേസ് കൊടുക്കണം. അപ്പൊ നമ്മൾ കോഡോൺസ് എഴുതണം. നോക്കിക്കേ, ഇപ്പൊ ഫസ്റ്റ് ലെറ്റർ ഇവിടുന്ന് എടുത്തു കേട്ടോ, U. സെക്കൻഡ് ലെറ്റർ ഇവിടുന്ന് എടുത്തു, ഇവിടുന്ന് എടുത്തു. തേർഡ് ലെറ്റർ ഇവിടുത്തെ ഫസ്റ്റ് വൺ എടുക്കണം. ഇനി സെക്കൻഡ് വൺ വരുമ്പോൾ നോക്കിക്കേ, ഈ U തന്നെ ഇങ്ങോട്ട് വന്നു. തേർഡ് ലെറ്റർ ഇവിടുന്ന് എടുക്കണം, ഇവിടത്തെ എടുത്തു. നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ U, തേർഡ് എവിടെ നിന്ന് എടുക്കണം, ഇവിടെ. ഇപ്പൊ ഇങ്ങനെ നോക്കി, ഇങ്ങനെയാണ് ഈ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എഴുതുമ്പോൾ എന്ത് വേണം, ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഇതാണ് CU, സെക്കൻഡ് ലെറ്റർ ഏതാണ് U. അപ്പൊ എന്താണ്, ഇത്രയും ഭാഗം കണ്ടോ, CU, എല്ലാത്തിലും CU ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, തേർഡ് ലെറ്റർ എവിടെ നിന്ന് എടുക്കും, ഇതിന്റെ നേരെ എവിടേക്കാ നോക്കുക, എവിടെയാണ്, ഇവിടെയാണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, എടുത്തു.
ഇനിയിപ്പോ സപ്പോസ് ഈ കോളം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ വേണ്ടേ? ഫസ്റ്റ് ലെറ്റർ ഇവിടെ നിന്ന് എടുത്തു, സെക്കൻഡ് ലെറ്റർ ഇവിടെ കണ്ടോ, അപ്പോ ഇവിടെ UC വന്നു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നോക്കണം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എഴുതുമ്പോൾ എന്താ പ്രത്യേകത? ഇവിടെന്നും 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 വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡോൺസ് എഴുതുന്നത്. അപ്പൊ ഏത് കോളം വേണം? ഇപ്പൊ നമ്മൾ സപ്പോസ് ഈ കോളം നോക്കുവാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് ലെറ്റർ ഇവിടെ നിന്ന് എടുക്കണം, സെക്കൻഡ് ലെറ്റർ ഇവിടെ നിന്ന് എടുക്കണം, ഇവിടെ നിന്ന് എടുക്കണം, തേർഡ് ലെറ്റർ നേരെ ഇവിടെ നിന്ന് എടുക്കണം. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, സെക്കൻഡ് ലെറ്റർ അപ്പർ സൈഡിൽ നിന്ന്, തേർഡ് ലെറ്റർ എവിടെ നിന്ന് കൊടുക്കണം? ഈ ടേബിളിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോഡോൺസ് നമ്മൾ ഈസി ആയിട്ട് എഴുതുന്നത്. അപ്പൊ അതിൽ നോക്കിക്കേ, ഓരോ കോഡോൺസും എന്ത് ചെയ്യുവാണ്? ഓരോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. അമിനോ ആസിഡ്സിന്റെ പേരുകളാണ് ഇവിടെ ഷോർട്ട് ഫോമിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മൾ ഫീനൈൽ അലാനിൻ, ലൂസിൻ, ഇവിടെ ലൂസിൻ, ദെൻ ഐസോലൂസിൻ, സെറീൻ, പ്രോലൈൻ, ത്രിയോണിൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ്. നമ്മൾ 20 അമിനോ ആസിഡ്സിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നോക്കിക്കേ, ചില സ്ഥലങ്ങളിൽ വരുമ്പോ കണ്ടോ, ഇവിടെ നമ്മൾ പറയുന്ന ഒരു പേര് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയും. സ്റ്റോപ്പ് കോഡോൺ ഏതായിരിക്കും? സ്റ്റോപ്പ് കോഡോൺ ഈ 3, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 61 കോഡോൺസ്, 64 കോഡോൺസ് ഉണ്ട്. അതില് 61 ആണ് അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. ബാക്കി എന്ത് വരും? ഈ 3 വരും. ഈ 3 എന്താണ്? ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യില്ല. അതിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയും. അപ്പൊ ഏത് mRNA സിന്തസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെന്തായിരിക്കും? ലാസ്റ്റ് വരുന്ന കോഡോൺ, ഇവര് 3 പേര് ഒരുമിച്ച് വരില്ല, ഓൺലി 1. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ഒരു mRNA എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഇതാണ് സീക്വൻസ് എന്ന് വിചാരിക്കാം. കണ്ടോ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം ഓരോ കോഡോൺസ് ആണ്. കോഡോൺസിൽ കണ്ടോ, ലാസ്റ്റ് വരുന്ന ആളാരായിരിക്കും? ഒന്നില്ലെങ്കിൽ UAA, അല്ലെങ്കിൽ എന്താണ് UAG, അല്ലെങ്കിൽ UGA. ഇതിന്റെ അർത്ഥം എന്താ? ഈ ലാസ്റ്റ് വരുന്ന ആൾക്കാർ എന്താണ്? ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യില്ല, ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യില്ല. അതായത് ഇങ്ങനെ ഒരു mRNA സിന്തസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ഫസ്റ്റ് ഒരു അമിനോ ആസിഡ്, സെക്കൻഡ് ഒരു അമിനോ ആസിഡ്, തേർഡ് ഒരു അമിനോ ആസിഡ്. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, ഈ ലാസ്റ്റ് കോഡോണിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഇവിടെ എന്താണ്? ഇങ്ങനെ ഒരു 4 കോഡോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 3 അമിനോ ആസിഡ്സിലേ കിട്ടുള്ളൂ. കാരണം എന്താ? ഈ ലാസ്റ്റ് 1 എപ്പോഴും എന്തായിരിക്കും? സ്റ്റോപ്പ് കോഡാണ്, ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വേണം? ഇപ്പൊ ഒരു 5 കോഡോണുള്ള ഒരു mRNA നമുക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ? 4 അമിനോ ആസിഡ്സ് ഉള്ള ഒരു പ്രോട്ടീൻ ചെയിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇപ്പൊ നമുക്കൊരു 10 കോഡോൺസ് ഉള്ള ഒരു mRNA എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 9 അമിനോ ആസിഡ്സ് ആണ് ഫോം ചെയ്യുള്ളൂ. കാരണം എന്താ? ഒരെണ്ണം എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾവേസ് സ്റ്റോപ്പ് കോഡ്. 3 പേര് ഒരുമിച്ച് വരില്ല, ഐദർ UAA, UAG or UGA. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോപ്പ് കോഡോൺ. ഇനി നമുക്ക് എന്താണ്? അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ്, ഏത് mRNA ഫോം ചെയ്യുവാണെങ്കിലും ഫസ്റ്റ് കോഡോൺ എന്തായിരിക്കും? ഇതായിരിക്കും ഫസ്റ്റ് കോഡോൺ, ദാറ്റ് ഈസ് ഓൾവേസ് AUG. ഫസ്റ്റ് കോഡോൺ കണ്ടോ, ഇത് എപ്പോഴും ഏത് mRNA ഫോം ചെയ്താലും നമുക്ക് എന്താണ്? ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഓൾവേസ് സെയിം, ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് എങ്ങനെയായിരിക്കും? ഐദർ UAA, UAG or UGA. ബാക്കിയുള്ളതിലൊക്കെ എന്തായിരിക്കും? ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് ശരിക്കും എന്താണ്? അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. നമ്മൾ സ്റ്റോപ്പ് കോഡോൺ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നിനെയും കോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്തായാലും കോഡ് ചെയ്യും. കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് എപ്പോഴും എന്തായിരിക്കും? മെഥിയോണിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് വേറൊരു ഫോമിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഏത് പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യുവാണെങ്കിലും ഫസ്റ്റ് അമിനോ ആസിഡ് ദാറ്റ് ഈസ് ഓൾവേസ് എന്താ പറയേണ്ടത്? മെഥിയോണിൻ ആണ്. കാരണം എന്താ? ഫസ്റ്റ് കോഡോൺ നമുക്ക് AUG ആണ്. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോഡോൺസ് എഴുതുന്നത്. അപ്പൊ ഇതിൽ എന്താണ്? ഈ സ്റ്റോപ്പ് കോഡോൺസും സ്റ്റാർട്ട് കോഡോണും നോക്കുക. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ RNA-ല് 4 നൈട്രജൻ ബേസ്, അതിൽ 3 നൈട്രജൻ ബേസിന്റെ കോമ്പിനേഷൻ വെച്ച് 64 കോഡോൺസ് എഴുതാം. അതിൽ 61 ആണ് എന്ത് ചെയ്യുള്ളൂ? അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. 3 എന്ത് ചെയ്യില്ല? നെവർ കോഡ് ഫോർ അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജനറ്റിക് കോഡിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്. ഈ നമ്മുടെ
ജനറ്റിക് കോഡിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് സയന്റിസ്റ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. സയന്റിസ്റ്റ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ഇതിന്റെ ഒരേ നൈട്രജൻ ബേസിന്റെ അറേഞ്ച്മെന്റും എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന എല്ലാ ഡിസ്കവറീസ്. അപ്പോൾ ഈ ജനറ്റിക് കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സയന്റിസ്റ്റിന്റെ പേരുകളാണ് നമ്മളിവിടെ പറയുന്നത്. എന്നിട്ട് അതിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് സയന്റിസ്റ്റ് ആണ് നമ്മൾ ജോർജ് ഗമോവ്. ജോർജ് ഗമോവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് പറഞ്ഞത്, നമുക്ക് എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്, 20 അമിനോ ആസിഡ്സ് ഉണ്ട്. അതിനെ കോഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, 3 നൈട്രജൻ ബേസ് അല്ലെങ്കിൽ 3 ന്യൂക്ലിയോടൈഡ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3 ന്യൂക്ലിയോടൈഡ്സ് ചേർന്ന് എന്തായി, ഒരു കോഡോണായി. അപ്പൊ എന്താണ്, അതായത് നമുക്ക് എത്ര കോഡോൺസ് ഉണ്ട്, 64 കോഡോൺസ് ഉണ്ടാവും. അതായത് 43 അല്ല, ഇവിടെ 4⁻3. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 4⁻3. കാരണം എന്താ, 4 നൈട്രജൻ ബേസിന്റെ 3 നൈട്രജൻ ബേസ് 4 നൈട്രജൻ ബേസ് RNA ഉണ്ട്. അതിലെന്താണ് 3 നൈട്രജൻ ബേസിന്റെ കോമ്പിനേഷൻ വെച്ച് നമുക്ക് എത്ര 64 കോഡോൺസ് എഴുതാം. അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോർജ് ഗമോവ്. നെക്സ്റ്റ് ഒരു സയന്റിസ്റ്റ് ആണ് നമ്മൾ ഹർഗോവിന്ദ് ഖൊറാന. ഹർഗോവിന്ദ് ഖൊറാന. ഹർഗോവിന്ദ് ഖൊറാന എന്താ പറഞ്ഞത്, നമ്മുടെ കെമിക്കൽ മെത്തേഡ് ഇൻ സിന്തസൈസിങ് RNA മോളിക്യൂൾ. കെമിക്കൽ സിന്തസൈസിങ് ഓഫ് RNA. ഇത് നമ്മുടെ RNAയില് എന്തുണ്ട്, RNAയിലെ നൈട്രജൻ ബേസിന്റെ ആ കെമിക്കൽ നേച്ചർ അല്ലെങ്കിൽ കെമിക്കൽ സിന്തസിസ് അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ് ഇൻ സിന്തസൈസിങ് എന്തിനെയാണ്, mRNA. mRNAയുടെ കെമിക്കൽ മെത്തേഡ്സിൽ സിന്തസൈസ് എങ്ങനെയാണ്, ബൈ യൂസിങ് നൈട്രജൻ ബേസ്. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. അപ്പൊ ഈ നൈട്രജൻ ബേസ് എങ്ങനെ വരെ, ഇങ്ങനെ ഡിഫറെന്റ് നൈട്രജൻ ബേസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, ദാറ്റ് ഈസ് കോൾഡ് mRNA. അപ്പൊ അതിൽ നമുക്ക് എന്താ പ്രത്യേകത, ഈ നൈട്രജൻ ബേസ് എന്ത് ചെയ്യുവാണ്, ഓരോരുത്തരും എന്ത് ചെയ്യും, ഓരോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന കോഡോൺസ് ആയിട്ട് മാറും. അപ്പോൾ ഈ കോഡോൺസ് എങ്ങനെ വരാന്നാ പറയുന്നത്, ഹോമോപോളിമർ ആവുക. എന്താ ഹോമോപോളിമർ എന്ന് പറഞ്ഞാൽ, ചിലപ്പോ ഈ നൈട്രജൻ ബേസ് എല്ലാം എന്തായിരിക്കാം, സെയിം ആയിട്ട് വരും. ഇപ്പൊ നോക്കിയേ, ഇത് ഹോമോപോളിമർ ആണ്. കാരണം എന്താ, നൈട്രജൻ ബേസ് സെയിം ആണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം, നമുക്കിപ്പോ ഇങ്ങനെ കൊടുക്കാം അല്ലെ, ഇതൊരു ഹോമോപോളിമർ ആണ്. എ ഇതൊരു ഹോമോപോളിമർ ആണ് പറയാലോ. അതേസമയം അതുപോലെ തന്നെ എന്താണ്, എല്ലാ ഹോമോപോളിമർ വരില്ല. പിന്നെ എന്തുകൂടി വരാം, കോപോളിമർ. കോപോളിമർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മോർ ദൻ 1 ടൈപ്പ് ഓഫ് നൈട്രജൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാലോ. ഇങ്ങനെ നമുക്ക് ഇത് ഒരുപോലെയുള്ള നൈട്രജൻ ബേസ് ഒരുമിച്ച് 3 ഒരുമിച്ച് വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കോഡോൺസ് എഴുതാം. അല്ലെങ്കിൽ എന്ത് വരാം, ഡിഫറെന്റ് ടൈപ്സ്, ഇങ്ങനെ കോഡോൺസ് വരെ. അതാണ് ഹോമോപോളിമറോ അല്ലെങ്കിൽ കോപോളിമറോ ആയിരിക്കും ആര്, കോഡോൺസ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹർഗോവിന്ദ് ഖൊറാന. ഇനി നെക്സ്റ്റ് ഒരു സയന്റിസ്റ്റ് ആണ് മാർഷൽ നിരൻബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം ഡിസ്കവർ ചെയ്തതാണ് എന്ത്, സെൽഫ് ഫ്രീ സിസ്റ്റം ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. എന്താ സെൽഫ് ഫ്രീ എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ പ്രോസസ് ഒക്കെ നടക്കുന്നത് എവിടെയാ, സെല്ലിന്റെ ഉള്ളിലാണ് നടക്കുന്നത് അല്ലെ. സെല്ലിന്റെ ഉള്ളില് സൈറ്റോപ്ലാസ്റ്റിലെ ന്യൂക്ലിയസിലൊക്കെ ആയിട്ടാണ് ഈ പ്രോസസ്സിന്റെ പല സ്റ്റെപ്പുകൾ നടക്കുന്നത്. പക്ഷെ എന്താണ്, സെല്ല് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവിട്രോ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ദ സെല്ലില്. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സെൽ. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് ദ സെൽ, സെല്ലിന്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോട്ടീൻ ചെയിൻ സിന്തസൈസ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻസൈം യൂസ് ചെയ്യാം. ആ എൻസൈമിന്റെ പേരാണ് സെവറോ ഒച്ചാവോ എൻസൈം. അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ് സെവറോ ഒച്ചാവോ. അദ്ദേഹത്തിന്റെ ഓണറായിട്ട് ആ എൻസൈംസിന് പേര് കൊടുത്ത. ശരിക്കും എൻസൈം എന്താണ്, പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഈ എൻസൈം ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ് ആര്, സെവറോ ഒച്ചാവോ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അപ്പൊ ആ എൻസൈംസിന് അദ്ദേഹത്തിന്റെ ഓണറായിട്ട് കൊടുത്തത്. എൻസൈമിന്റെ പേര് ശരിക്കും എന്താണ്, പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഫോസ്ഫോറിലേസ് നമ്മുടെ ഫോസ്ഫേറ്റ് ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. ഈ എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഈസ് യൂസ് ടു പോളിമറൈസ് RNA വിത്ത് ഡിഫൈൻ സീക്വൻസ് ഇൻ എ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനർ. ഇതിന്റെ അർത്ഥം എന്താ, ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനർ. നമ്മൾ ശരിക്കും എന്താണ്, എങ്ങനെയാണ് mRNA സിന്തസൈസ് ചെയ്തത്, DNA എന്നാണ് mRNA സിന്തസൈസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ടെംപ്ലേറ്റ് DNA എന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്, mRNA സിന്തസൈസ് ചെയ്തത് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലില്ലാതെ ഈ ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, mRNA സിന്തസൈസ് ചെയ്യാം. എങ്ങനെ സിന്തസൈസ് ചെയ്യാം, ബൈ യൂസിങ് ദിസ് എൻസൈം ദാറ്റ് ഈസ് കോൾഡ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എൻസൈം.
അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, മാർഷൽ നിരൻബർഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് എവിടെ വരുന്നത്, ജനറ്റിക് കോഡിൽ വരുന്നത്. ജോർജ് കമോ, ഹർഗോവിന്ദ് ഖൊരാന ആൻഡ് മാർഷൽ നിരൻബർഗ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ ജനറ്റിക് കോഡിന്റെ കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ജനറ്റിക് കോഡിന്റെ സാലിയൻ ഫീച്ചേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ജനറ്റിക് കോഡ് എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്, നമ്മളത് ട്രിപ്ലെറ്റ്സ് ആണ്. എന്താ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 നൈട്രജൻ ബേസ് ആണ് എവിടെ വരുന്നത്, ജനറ്റിക് കോഡിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ AUG 3 നൈട്രജൻ ബേസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ mRNA എന്താണ് 3 നൈട്രജൻ ബേസിന്റെ നൈട്രജൻ ബേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ 3 നൈട്രജൻ ബേസ് ചേർന്നിട്ട് എന്തായിട്ട് മാറുവാണ്, ഓരോ കോഡോൺസ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം, ഒരു കോഡോണിൽ എത്ര നൈട്രജൻ ബേസ് ഉണ്ട്, 3 നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കോഡോൺസ് ആർ ട്രിപ്ലെറ്റ്സ്. എന്തുകൊണ്ടാണ് ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി നൈട്രജൻ ബേസ്, 3 നൈട്രജൻ ബേസസ്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമുക്ക് എത്ര കോഡോൺസ് സിന്തസൈസ് ചെയ്യാം, 64 കോഡോൺസ് സിന്തസൈസ് ചെയ്യാം. അതിലെന്താണ് 61 that is code for amino acid and 3 are called stop codon. Stop codon പേര് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്, UAA, UGA and UAG. UAA പഠിക്കുക, UGA പഠിക്കുക. ഇത് രണ്ടും കൂടി ഒന്ന് റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നെക്സ്റ്റ് കോഡോൺ. അപ്പൊ UAA, UAG, UGA ഈ 3 എന്ത്, സ്റ്റോപ്പ് കോഡോൺ. ഇത് നോക്കിക്കേ, നമുക്ക് ഒരു കോഡോൺ എന്ത് ചെയ്യാള്, ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. ഒരു കോഡോൺ എന്താ ചെയ്യണത്, ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. ആ ക്യാരക്ടറിനെ പറയുന്ന പേരാണ് അൺആംബിക്വസ് അല്ലെങ്കിൽ നോൺ ആംബിക്വസ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കോഡോൺസ് എന്താണ്, ദേ ആർ സ്പെസിഫിക് എന്ന് പറയും. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോ ഈ UUU എന്ന് പറയുന്ന ഈ കോഡോൺ വെച്ചിട്ട് നമുക്ക് എന്താണ്, ഫീനൈൽ അലാനിനെ മാത്രമേ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതിനെയാണ്, ഫീനൈൽ അലാനിൻ. UUU എന്ന് വെച്ചിട്ട് ഏതിനെ മാത്രം കോഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫീനൈൽ അലാനിനെ മാത്രമേ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ ലൂസിനെ കോഡ് ചെയ്യണം, എന്താണ്, നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് എന്ന് പറയുന്നത്. ഒരു കോഡോൺ എന്താ ചെയ്യണത്, ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, വൺ കോഡോൺ കോഡ് ഓൺലി ഫോർ വൺ അമിനോ ആസിഡ്. ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ സ്പെസിഫിക് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, അൺആംബിക്വസ് അല്ലെങ്കിൽ നോൺ ആംബിക്വസ് എന്നൊക്കെ പറയും. നെക്സ്റ്റ് ഒരു ക്യാരക്ടർ എന്താണ്, ഇതിന്റെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആവുന്ന ഒരു ടേം ആണ് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമുക്ക് ഒരു അമിനോ ആസിഡ്സിനെ, ഒരു സിംഗിൾ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏത് തന്നെ എടുക്കാം, നമ്മളിപ്പോ ലൂസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്സ് ഒന്ന് നോക്കിക്കേ. ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ കോഡോൺസ് യൂസ് ചെയ്യാം, 1 2 3 1 2 3 4 5 6 അല്ലെ. ഈ 6 കോഡോൺ, ഈ 6 കോഡോണിൽ ഏത് വന്നാലും വരുന്ന അമിനോ ആസിഡ്സ് എന്തായിരിക്കും, ലൂസിനാണ്. ആ ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീജനറസി. അപ്പൊ എന്താണ്, ഒരു സിംഗിൾ അമിനോ ആസിഡ്സിനെ നമുക്ക് കോഡ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യാം, കോഡ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം, മോർ ദെൻ 1 കോഡോൺ യൂസ് ചെയ്യാം. മോർ ദെൻ 1 കോഡോൺ, ഒന്നിൽ കൂടുതൽ മോർ ദെൻ 1 കോഡോൺ യൂസ് ചെയ്യാം. ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, ഒരു സിംഗിൾ കോഡോൺ വെച്ചിട്ട് ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ UU അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ GUU കൊടുത്തിട്ട് നോക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, വാലിനെ മാത്രമേ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ GUU വെച്ചിട്ട് നമുക്ക് എന്താണ്, ഇപ്പൊ പ്രോലൈനെ കോഡ് ചെയ്യണം, അമിനോ ആസിഡ്സ് അവിടെ വരില്ല. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ആംബിക്വസ് അല്ലെങ്കിൽ അൺആംബിക്വസ് അല്ലെങ്കിൽ സ്പെസിഫിക് എന്ന് പറയും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ കോഡോൺസ് യൂസ് ചെയ്യാം. മോർ ദൻ 1 കോഡോൺ യൂസ് ടു കോഡ് എ സിംഗിൾ അമിനോ ആസിഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് കൊടുക്കാം, ലൂസിൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ പ്രോലൈൻ കണ്ട, പ്രോലൈനെ കോഡ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഈ 4 അമിനോ ആസിഡ്സിൽ ഏത് യൂസ് ചെയ്താലും എന്ത് വരും, ഈ 4 കോഡോൺസ് യൂസ് ചെയ്താലും എന്ത് വരും, നമുക്ക് പ്രോലൈൻ വരും. ഈ 4 എണ്ണം. അതുപോലെ നോക്കിയ ത്രിയോണിനെ കോഡ് ചെയ്യാൻ എന്താണ്, ഈ 4 ഏത് വന്നാലും ത്രിയോണിന് വരും. അപ്പൊ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഈസ് കോൾഡ് ഡീജനറസി.
നെക്സ്റ്റ് ക്യാരക്ടർ ആണ് എന്ത്? കോമാലസ്. കോമാലസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ കോഡോൺസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നൈട്രജൻ ബേസ് ഒക്കെ എഴുതുമ്പോൾ എന്താണ് ഇങ്ങനെ ഇടയിൽ കോമയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കോമാലസ് ആണ്. എങ്ങനെ എഴുതേണ്ടത്? വിത്തൗട്ട് കോമയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അല്ലെ, ഇടയിൽ സ്പേസ് വേണ്ട, കോമ വേണ്ട, അതാണ് കോമാലസ് എന്ന് പറയും. നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എന്ത്? യൂണിവേഴ്സൽ. എന്താ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഓർഗാനിസത്തിലും അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിൽ മാത്രമല്ല, എല്ലാ യൂണിവേഴ്സലി അപ്ലിക്കബിൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഓൾ ഓർഗാനിസംസ്. ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഓൾ ഓർഗാനിസംസ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ യൂണിവേഴ്സൽ എന്ന് പറയും, അപ്ലിക്കബിൾ ഇൻ ഓൾ ഓർഗാനിസംസ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്താ? അതിനെ നോൺ ഓവർലാപ്പിംഗ്. എന്താ ഈ നോൺ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യില്ല. എപ്പോഴും ജനറ്റിക് കോഡിൽ എന്താണ്? ലീനിയർ ഓർഡറിലേ വരുള്ളൂ, അല്ലാതെ അതൊരിക്കലും ഓവർലാപ്പ് ചെയ്ത് വരില്ല. നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു കോഡോൺസ് ഇങ്ങനെ ലീനിയർ ഓർഡറിൽ മാത്രമാണ് അതിനെ റീഡ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ നോൺ ഓവർലാപ്പിംഗ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇനീസിയേഷൻ കോഡോൺ. ഏത് അമിനോ ആസിഡ് സിന്തസൈസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രോട്ടീൻ ചെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യുവാണെങ്കിലും നമ്മുടെ mRNA-യിലെ സ്റ്റാർട്ടിംഗ് കോഡോൺ ദാറ്റ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? AUG ആയിരിക്കും. ബാക്കിയുള്ളവരെല്ലാം മാറും. പിന്നെന്താണ്? നമ്മുടെ സ്റ്റോപ്പ് കോഡോണും സ്പെസിഫിക് ആണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഉള്ളത് എന്തായിരിക്കും? എല്ലാവരും ഡിഫറെന്റ് ആണ്. പക്ഷെ ഇതാണ് എന്ത് പറയുന്നത്? സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ ഇനീസിയേഷൻ കോഡോൺ. അപ്പോൾ ഈ AUGക്ക് എന്താണ്? ഡ്യുവൽ റോൾ ആന്ന് പറയും. എന്തുകൊണ്ട് ഡ്യുവൽ റോൾ എന്ന് പറയുന്നത്? ഡ്യുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റോൾ ഉണ്ട് അല്ലെ. അപ്പൊ AUGക്ക് എന്താണ് ഡ്യുവൽ റോള്? ഒരു റോൾ എന്താണ്? ദാറ്റ് ഈസ് ആക്ട് ആസ് എ സ്റ്റാർട്ട് കോഡോൺ. അറ്റ് ദ സെയിം ടൈം എന്തായിട്ട് പറയാം? ദാറ്റ് ഈസ് ഓൾസോ കോഡ് ഫോർ എൻ അമിനോ ആസിഡ് ദാറ്റ് ഈസ് കോൾഡ് മെഥിയോണിൻ. അപ്പൊ ഡ്യുവൽ റോളൊക്കെ എന്താണ്? അതിന്റെ മെഥിയോണിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യും, ഒപ്പം തന്നെ എന്താണ്? ദാറ്റ് ഈസ് ആക്ട് ആസ് എൻ ഇനീസിയേഷൻ കോഡോൺ. പിന്നെ എന്താണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്? എന്താണ്? നമ്മുടെ 3 സ്റ്റോപ്പ് കോഡോൺ. ഏതൊക്കെയാണ് 3 സ്റ്റോപ്പ് കോഡോൺ? UAA, UGA ആൻഡ് UAG. എന്താ കാരണം? ഇവര് ഒരിക്കലും ഒരു അമിനോ ആസിഡ്സിനെ പോലും കോഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഇവർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ RNA ഉണ്ടാവില്ല. അത് ഈ പോയിന്റ് ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. ഇതിനെന്താണ്? ഒരു RNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞാൽ എന്താണ്? അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരാണ് ട്രാൻസ്ഫർ RNA അല്ലെ. അപ്പൊ എന്താണ്? ഇവര് ഒരു അമിനോ ആസിഡ്സിനെയും കോഡ് ചെയ്യാത്തതുകൊണ്ട് ഈ കോഡോൺസിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ RNAയും അവിടെ ഉണ്ടാവില്ല. ഒരു ട്രാൻസ്ഫർ RNAയും അമിനോ ആസിഡ്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വരില്ല, പ്രോട്ടീൻ സിന്തസിസിൽ വരില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റോപ്പ് കോഡോൺ. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി എന്താണ്? ഓരോ കോഡോൺസിനും എന്തുണ്ട്? ആന്റി കോഡോൺസ് ഉണ്ട്. എന്താ ആന്റി കോഡോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോട്ടീൻ സിന്തസിന് ആര് വേണം? അമിനോ ആസിഡ്സ് വേണം അല്ലെ. അപ്പൊ ഈ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാർ ആരാണ്? നമ്മുടെ ട്രാൻസ്ഫർ RNA ആണ്. ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന RNA അല്ലെ. അപ്പൊ ഈ ട്രാൻസ്ഫർ RNA ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ RNA-യുടെ സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്താണ്? നമ്മുടെ സെല്ലിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ RNA ഉണ്ട്. ഈ ഓരോ ട്രാൻസ്ഫർ RNA-യിൽ എന്തായിരിക്കും? നമ്മുടെ mRNA-യിലെ ജസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള നൈട്രജൻ ബേസ് വരും. അങ്ങനെയുള്ള ഒരു എൻഡ് ഉണ്ട്. ആ എൻഡിനെ പറയുന്ന പേരാണ് ആന്റി കോഡോൺ എന്ന് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റാർട്ട് കോഡോൺ എന്താണ്? AUG ആണ് അല്ലെ. അപ്പൊ ഇവിടത്തെ കോംപ്ലിമെന്ററി എന്തായിരിക്കും? എയുടെ കോംപ്ലിമെന്ററി ആരാണ്? യുടെ കോംപ്ലിമെന്ററി A, ജിയുടെ കോംപ്ലിമെന്ററി C. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആന്റി കോഡോൺ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ RNA. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈച്ച് കോഡോൺ ഹാസ് എ കോംപ്ലിമെന്ററി ആന്റി കോഡോൺ ഓൺ ട്രാൻസ്ഫർ RNA. എവിടെയാണ്? ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA-യുടെ ഒരു സ്പെസിഫിക് പാർട്ടിൽ എന്തുണ്ട്? നമ്മുടെ ഫസ്റ്റ് ഏത് കോഡോൺ ആയിക്കോട്ടെ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ആന്റി കോഡോൺ പോർഷൻ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ സ്റ്റോപ്പ് കോഡോൺ എന്തുണ്ടാവില്ല? ഇങ്ങനെയുള്ള ഒരു ആന്റി കോഡോണിലുള്ള ട്രാൻസ്ഫർ RNA ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞത്? നമുക്കിവിടെ സാലിയൻ ഫീച്ചേഴ്സിൽ എന്ത് പറയാം? ട്രിപ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തൊക്കെ കൊടുക്കാം നമുക്ക് അതിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട്? സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ അതിന് കോമാലസ് ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ അതിനുള്ള വേറൊരു ക്യാരക്ടറാണ് എന്ത്? അൺആംബിക്വസ് അല്ലെങ്കിൽ സ്പെസിഫിക് എന്ന് പറയും. ദെൻ ഡീജനറസി, കോമാലസ്, യൂണിവേഴ്സൽ, നോൺ ഓവർലാപ്പിംഗ് എക്സെട്ര. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഓൾ ഓഫ് യു സ്റ്റഡി വെരി വെൽ ആൻഡ് താങ്ക് യു വെരി മച്ച്.